സാധാരണ ഒരു ബോംബ് എറിയാനായിട്ട് വന്നാൽ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടും. മുഹമ്മദ് ഓടിയില്ല. മുഹമ്മദ് ചിരിച്ചു, എന്തോടോ എൻ്റെ കയ്യിൽ ബോംബോ? അസാധാരണമായ ധൈര്യത്തിൽ ചോദിച്ചു. ആഭ്യന്തരമന്ത്രിയെന്ന് മനസ്സിലാക്കണം, പോലീസിൻ്റെ മന്ത്രിയോടാണ് ഈ ബോംബ് എറിയാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ചെറു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിട്ടു. മാരാർ ബോംബ് എറിഞ്ഞു. പക്ഷേ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അതിനെതിരെ യുദ്ധം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് അനുകൂലമായി പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് കോയ പ്രസംഗിച്ചു. ഇതാണ് ആ ധീരത, ആ പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. CH മുഹമ്മദ് കോയ അനുസ്മരണ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ DGPയും റിട്ടയർഡ് പോലീസ് ഓഫീസറുമായ അലക്സാണ്ടർ ജേക്കബ് IPS സാറാണ്. കേരള പോലീസിലെ ഡയറക്ടർ ജനറലായി ജയിൽ ഡിസ്ട്രിക്ട് സെക്ഷൻ്റെ ചുമതലയിലെത്തിയ ഇദ്ദേഹം പിന്നീട് കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റു. ഇപ്പോൾ ഇദ്ദേഹം നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ പോലീസ് സയൻസ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിൻ്റെ നോഡൽ ഓഫീസറാണ്. അഭിവന്ദ്യനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാർ അവരുകളെ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ ഏവരുമേ, ഈ സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നവരും നാളെ മുതൽ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആളുകൾ 6 ഭൂഖണ്ഡങ്ങളായി 100 രാജ്യങ്ങളിൽ കാണാൻ പോകുന്ന നിങ്ങൾക്കും ഞാൻ എൻ്റെ സ്വാഗതം അരുളുന്നു. അഭിനന്ദനായ മുഹമ്മദ് കോയ സാർ മരിച്ചിട്ട് 38 വർഷങ്ങൾ കഴിയുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അതിന് മഗ്രൂഹിൽ കമ്പനി അവരുടെ എൻസൈക്ലോപീഡിയ ഓഫ് ബയോഗ്രഫീസിൽ ഒരു മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. നമ്മൾ ആ ജീവിതത്തെപ്പറ്റി 6 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ നിന്നാണ് ആ മഹാൻ ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലാദ്യത്തെ ചോദ്യം, ഈ മഹാൻ എവിടെ ജനിച്ചു? അദ്ദേഹത്തിൻ്റെ കൗമാരവും ബാല്യവും എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, നമുക്ക് കേൾക്കാൻ പറ്റിയ എന്തെങ്കിലും ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റിയ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? നാലാമതായി, ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മപഥങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാവുന്ന എന്തെല്ലാം ഉണ്ട്? അഞ്ചാമതായി നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ പാലിച്ച ആദർശങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് നെഞ്ചിലേറ്റാൻ പറ്റുക? ആറാമതായി, എങ്ങനെയായിരുന്നു ഈ മഹാൻ്റെ അന്ത്യം? ഈ 6 ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഒരു മഹാൻ എങ്ങനെയുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. മഹാനായ മുഹമ്മദ് കോയ സാറ് കേരളത്തിൽ കൊയിലാണ്ടിക്കടുത്തുള്ള അത്തോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിക്കുന്നു. മലബാർ കലാപത്തിൻ്റെ കഥകൾ പറയുന്ന നാടായതുകൊണ്ട് അന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്ത അലി മുസ്ലിയാർ എന്ന ആ മഹാൻ്റെ പേരുള്ള ആളായിരുന്നു മുഹമ്മദ് കോയ സാറിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് മറിയുമ്മ എന്നായിരുന്നു. മറിയുമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധിയുള്ളവൾ എന്നാണ്. അങ്ങനെ ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ചു വീണ അദ്ദേഹം സാമ്പത്തികമായി അത്ര നല്ലൊരു കുടുംബത്തിലല്ല ജനിച്ചത്. അദ്ദേഹം പഠിക്കുമ്പോൾ 3 സ്കൂളുകളിലായി പഠിച്ചു. പക്ഷേ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്നത്തെ ഹെഡ് മാസ്റ്റർ ഈ വിദ്യാർത്ഥിയുടെ പ്രസംഗ ശൈലി ശ്രദ്ധിച്ചു. 13 വയസ്സുള്ള ആ കുട്ടിയെ ആ ഹെഡ് മാസ്റ്റർ വിളിച്ചു വെടിപൊട്ടും കോയ എന്നാണ് ഉച്ചത്തിൽ സംസാരിക്കുകയും സ്കൂളിനെ ഇളക്കി മറിക്കാൻ കഴിവുള്ള ഒരു കുട്ടി. വെടിപൊട്ടും കോയ എന്ന് അദ്ദേഹത്തെ ആ ഹെഡ് മാസ്റ്റർ വിളിച്ചു. ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ കോളേജിൽ പോകാൻ പൈസയില്ല. അപ്പോൾ അതിന് സാമ്പത്തികമായ സഹായത്തിന് വേണ്ടി മഹാനായ ബാഫയ്ക്ക് തങ്ങളുടെ അടുത്ത് ഈ ഹെഡ് മാസ്റ്റർ ആ കുട്ടിയെ കൊണ്ടുപോയി. ജീവിതത്തിൽ മഹാന്മാർക്കൊക്കെ വഴിത്തിരിവുണ്ടാവുന്നത് മറ്റൊരു മഹാൻ ഒരാളിനെ സ്പോട്ട് ചെയ്യുമ്പോഴാണ്. മഹാന്മാരുടെ ശ്രദ്ധയിൽ ഒരാളിങ്ങനെ പെടും, ഈ ആൾ കഴിവുള്ള ആളാണ്. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ കുട്ടി വെടിപൊട്ടും കോയെന്നാണ് ഞങ്ങളൊക്കെ കളിയാക്കി വിളിക്കുന്നത്, നല്ല പ്രസംഗമാണെന്ന്. ബാഫയ്ക്ക് തങ്ങൾ ശ്രദ്ധിച്ചു ആ കുട്ടിയെ. ബാഫയ്ക്ക് തങ്ങൾ ആ മുഹമ്മദ് കോയയെ കയ്യിലെടുത്തു. അവിടെയാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നീട് ആ മനുഷ്യൻ വളർന്ന് കേരള സമൂഹത്തെ മുഴുവൻ സ്വാധീനിച്ച വ്യക്തിത്വമായി മാറി. രണ്ടാമത്തെ ചോദ്യം, ഈ മഹാൻ നമുക്ക് കേൾക്കാവുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ എന്നാണ്. മുഹമ്മദ് കോയ സാറ് വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ കൊണ്ട്
നമ്മളെയൊക്കെ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ്. ഇനി വെറും പ്രസംഗം മാത്രമല്ല, അദ്ദേഹം അതിൽ വളരെ ശ്രദ്ധേയമായ ഫലിതവും കൂടി ചേർത്ത് കുറുക്കിക്കൊള്ളത്തക്കവണ്ണം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. മുഹമ്മദ് കോയ സാറിൻ്റെ പ്രസംഗങ്ങളൊക്കെ പുസ്തകമായി നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ 1-2 ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം. 1961 ആധുനിക ഇന്ത്യയുടെ ശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഉൾപ്പെട്ട പ്രസ്ഥാനത്തെപ്പറ്റി ചത്ത കുതിര എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു. മുഹമ്മദ് കോയ സാറ് സുന്ദരമായ പ്രസംഗം തിരിച്ചു കൊടുത്തു. ആ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചത്ത കുതിര എന്ന് വിളിച്ചാലും ഞങ്ങൾ ട്രോജൻ കുതിരകളാവില്ല. ട്രോജൻ കുതിര അത് ഗ്രീക്ക് ഇലിയഡിലെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ്. ട്രോജൻ കുതിര, അതായത് ഞങ്ങളുടെ പാർട്ടി ആരെയും ചതിക്കില്ല എന്ന്, ചതിക്ക് കാരണമായ ട്രോജൻ കുതിരയാവില്ല. അദ്ദേഹം പാശ്ചാത്യ സാഹിത്യത്തിലെ പ്രസിദ്ധമായ പുസ്തകത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, നെവർ ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ്. ചത്ത കുതിരയെ ചാട്ടാവറുകൊണ്ട് അടിക്കാൻ പാടില്ല എന്ന് പാശ്ചാത്യ സാഹിത്യത്തിലെ പ്രസിദ്ധമായൊരു വാചകമാണ്. അതുകൊണ്ട് ചത്ത കുതിരയെ അടിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് കോയ സാറ് തിരിച്ചൊരു പ്രയോഗം പ്രയോഗിച്ചു. അതിന് അദ്ദേഹം ഉദാഹരണമെടുത്തത് പരിശുദ്ധ ഖുറാനിൽ നിന്നോ പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നോ അല്ല. മഹാഭാരത യുദ്ധത്തെ ആസ്പദമാക്കി ഭാഷാഭാരതം, മലയാളത്തിൻ്റെ പിതാവായ എഴുത്തച്ഛൻ എഴുതിയ പ്രസിദ്ധമായ ഭാഷാഭാരതം ഉദ്ധരിച്ചു. അത് യുദ്ധം അങ്ങോട്ട് തുടങ്ങുമ്പോൾ യുദ്ധത്തെ വർണ്ണിക്കാൻ വേണ്ടി എഴുത്തച്ഛൻ ഉപയോഗിച്ചൊരു പ്രയോഗമാണ്. പായും കുതിരകൾ പൂട്ടി നാനാവിധം ആയുധമൊക്കെ നിറച്ചുള്ള തേരുകൾ പാരാവാരം അലറിയിടുന്ന പോലെ വായു വേഗന പാഞ്ഞു വന്നിടിനാർ. മഹാഭാരത യുദ്ധത്തെ പറ്റിയുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ഈ ചത്ത കുതിര പായും കുതിരയായി വരും എന്നൊരു സൂചന കൊടുത്തു. അതിഗംഭീര പ്രസംഗമാണ്. ഇപ്പോഴും നമ്മൾ വായിക്കുമ്പം നമ്മൾ കോരിത്തരിച്ചു പോകാൻ. ഇതാ പ്രസംഗ ശൈലിയുടെ ഒരു ഗംഭീരമായ സംഭവമാണ്. അദ്ദേഹത്തിനെതിരെ ചിലർ പ്രസംഗിച്ചു വന്ന് പണ്ഡിറ്റ് ജവഹർലാലിനോട് ശ്രദ്ധയപ്പെട്ടു. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, കോയക്കെതിരെ ഇങ്ങനെ തിരിച്ചൊന്ന് മറുപടി കൊടുത്തേക്കരുന്നു. അപ്പോൾ അവസാനിച്ചു. ഒരാഴ്ച കൊണ്ട് മറുപടിയൊക്കെ അവസാനിച്ചു. പക്ഷേ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വിടാനായി തീരുമാനിച്ചു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അതിനെതിരെ യുദ്ധം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് അനുകൂലമായി പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് കോയ പ്രസംഗിച്ചു. ഇതാണ് ആ ധീരത, ആ പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ക്രിക്കറ്റ് മാച്ച് നടന്നു. തളിപ്പറമ്പിനടുത്ത് മാട്ടൂൽ എന്ന സ്ഥലത്ത് കളി കണ്ടുകൊണ്ടിരുന്ന 2 കുട്ടികൾ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചു. ഞാനന്ന് കണ്ണൂർ SP ആണ്. പോലീസ് വിവരം അറിഞ്ഞ് ഈ കുട്ടികളെ 3 അറസ്റ്റ് ചെയ്തു. ഈ വിവരം വയർലെസ്സിൽ കൂടെ ഞാൻ കേട്ട് ഞാനൊരു 10 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഞാൻ ഈ കുട്ടികളെ വിളിച്ച് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കാൻ പാടില്ല. മുഹമ്മദ് കോയ എന്നൊരു മഹാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് പാർലമെൻറ്റിൽ സിന്ദാബാദ് വിളിച്ചു. ആ കോയെ വേണം നിങ്ങൾ മോഡൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കോയ സാറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. വളരെ ശ്രദ്ധേയമായി അദ്ദേഹം ഫലിതം ഉപയോഗിക്കും. EMS നമ്പൂതിരിപ്പാട് കേരള അസംബ്ലിയിൽ അതിഗംഭീരമായൊരു പ്രസംഗം, അപ്രാരോധ്യമായ പ്രസംഗം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഈ താർക്കിക ശൈലി ഉണ്ടല്ലോ, സാധാരണക്കാർക്ക് ഫേസ് ചെയ്യാൻ പറ്റിയല്ല. പ്രതിപക്ഷം എല്ലാവരും ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്, മറുപടി പറയാൻ പറ്റിയല്ല ഭരണകക്ഷിക്കാർക്ക്. മുഹമ്മദ് കോയ സാർ എഴുന്നേറ്റ് ശ്രദ്ധേയമായ ഒരു കഥ പറഞ്ഞു. പണ്ടൊരു കരടി അയപ്പുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധേയമായി കാര്യങ്ങൾ പറയുമായിരുന്നു. രാവിലെ 6 മണിക്ക് മോൻ ഉണരുമ്പോൾ നട്ടുച്ച ആയാലോടാ ഇപ്പോഴാണോടാ നീ എഴുന്നേക്കുന്നതെന്ന് ചോദിക്കും. 9 മണിയാകുമ്പോൾ ഇവൻ ആഹാരം കഴിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ അപ്പം ചോദിക്കും, നേരം വെളുത്തില്ലോടാ, അതിനു മുമ്പ് നീ പുറത്തോട്ട് പോകുന്നോടാന്ന് ചോദിക്കും. വൈകിട്ട് 6 മണിയാകുമ്പോൾ ഈ മോൻ കയറി വരും. അർദ്ധരാത്രി ആയാലോടാ ഇപ്പോഴാണോടാ നീ കയറി വരുന്നതെന്ന് ഒരു ചോദ്യം. രാത്രി 9 മണിയാകുമ്പോൾ അവൻ വല്ല ആഹാരം കഴിച്ച് കിടക്കാൻ തുടങ്ങുമ്പം സന്ധ്യ മയങ്ങിയില്ലോടാ അതിനു മുമ്പ് നീ കിടക്കാൻ പോകുന്നൊരു ചോദ്യം. അതായത് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ഈ ഡയലക്റ്റിക്കൽ സ്റ്റൈൽ EMSൻ്റെ പ്രസംഗത്തെ സാധാരണക്കാർക്ക് നേരിടാൻ പറ്റിയില്ല. പക്ഷേ മുഹമ്മദ് കോയ സാർ ഒരൊറ്റ കരടി ഏപ്പിൻ്റെ കഥയിലൂടെ സംഗതി ലെവലാക്കി ഫ്യൂസ് ഊരി എന്നുള്ളതാണ്. ഈ പ്രസംഗ ശൈലി നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് കോയ സാറിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗ ശൈലി കോപ്പി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. വളരെ ശ്രദ്ധേയമായ പ്രസംഗ ശൈലിയാണ്.
മൂന്നാമതായി നമ്മൾ ചോദിക്കുന്നത്, ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റി വല്ലതും എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ബാഫഖ് തങ്ങൾ മുഹമ്മദ് കോയയോട് ചെയ്തത് ഒരു വലിയ കാര്യമായിരുന്നു. മുഹമ്മദ് കോയെ തിരിച്ചറിയുന്നത് 15 വയസ്സുള്ളപ്പോഴാണ്, ഇൻ്റർമീഡിയറ്റ് പോകാൻ തുടങ്ങിയപ്പോഴാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ 20 വയസ്സുള്ള മുഹമ്മദ് കോയയെ ബാഫഖ് തങ്ങൾ ചന്ദ്രിക പത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. 20 കൊല്ലം കൊണ്ട് മുഹമ്മദ് കോയ അതിൻ്റെ ഏറ്റവും മുകളിലെത്തി, ജനറൽ മാനേജർ സ്ഥാനത്തെത്തി. ആ ചന്ദ്രികയിലൂടെ മുഹമ്മദ് കോയ സാർ എഴുതിവിട്ട ലേഖനങ്ങളുണ്ട് ആസ് എ ജേർണലിസ്റ്റ്. അതിൽ പലതും നമുക്ക് പുസ്തകങ്ങളിൽ വായിക്കാൻ കിട്ടും. സുന്ദരമായ ശൈലിയിൽ വളരെ കൃത്യമായി പൊളിറ്റിക്കൽ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് ആ എഴുത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റു രീതിയിലുള്ള പുസ്തകങ്ങളും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളായതുകൊണ്ട് വിശദമായി അതിനെപ്പറ്റി പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. നാലാമതായി നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ മഹാൻ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. മുഹമ്മദ് കോയ സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായി അദ്ദേഹത്തിൻ്റെ കർമ്മപഥം നമ്മൾ മനസ്സിലാക്കണം. കേരളം മുഴുവൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു, കേരള യൂണിവേഴ്സിറ്റി. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി 8 വർഷം. ആ കാലത്ത് അദ്ദേഹം മലബാറിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ മാറ്റുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റി ആദ്യമായി ആരംഭിച്ചു. മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മാറ്റത്തിൻ്റെ കാഹളം മുഴക്കിയ ഒരു കാലഘട്ടം, ഒരു സംഭവമായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും കേരളം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ പിന്നോക്കമാണ്, അതുകൊണ്ട് നമുക്കൊരു ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റി വേണം. അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പാറക്കുട്ടി നേത്യാരമ്മയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ സ്ഥാപിക്കാനാണ് ആദ്യം ആലോചിച്ചിരുന്നത്. പണ്ട് ജവഹർലാൽ നെഹ്റു വന്നതിന് തറക്കല്ലിട്ടു. അതിനുശേഷം പിന്നീട് പനമ്പള്ളി ഗോവിന്ദമേനോൻ അതിനെ ചാലക്കുടിക്ക് മാറ്റാനായി തീരുമാനിച്ച ചാലക്കുടി കൊണ്ടുവന്നു. പക്ഷേ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ മന്ത്രിസഭ പെട്ടെന്ന് വീണുപോയി. അതുകൊണ്ട് അവിടെ ചാലക്കുടിയിലും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ 25 കൊല്ലമായിട്ട് ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇങ്ങനെ വന്ന് കളിക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദ് കോയ സാർ അതിൽ കയറി പിടിച്ചു. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയെ കളമശ്ശേരിയിൽ കൊണ്ടുവന്ന് നമ്മൾ കാണുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാക്കി. ഇന്ന് കേരളത്തിന് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വലിയ ഉയർച്ചയ്ക്ക് കാരണഭൂതമായ സംഭവമായിരുന്നു. രണ്ടാമതായി അദ്ദേഹം ശ്രദ്ധേയമായി കണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. മലബാറിലുള്ള മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പോയില്ല. മലബാർ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരോടുള്ള വിരോധമാണ്. അവൻ്റെ ഭാഷ ഞങ്ങൾ പഠിക്കുകയില്ല. മലബാർ കലാപത്തിൽ ഏതാണ്ട് 4 ബ്രിട്ടീഷുകാരും 120-ലേറെ ഹിന്ദുക്കളും 2200-ഓളം മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെ വൈരാഗ്യം മുസ്ലിങ്ങൾക്ക് കയ്യിലുണ്ട്. അവർ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പോയില്ല. മുഹമ്മദ് കോയ സാർ പറഞ്ഞു, ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയാണ്. ആ ലോക ഭാഷയെ നമ്മൾ പഠിക്കാതിരുന്നിട്ട് നമ്മൾ ഈ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്ക് വരണം. അദ്ദേഹം 400ഓളം സ്കൂളുകൾക്ക് സാങ്ഷൻ കൊടുത്തു മലബാർ മേഖലയിൽ, 400 അതിനേക്കാളും കൂടുതൽ. ഇനി മുസ്ലിങ്ങളുടെ വലിയ കുഴപ്പം, മുസ്ലിം പെൺകുട്ടികളെ പഠിക്കാൻ വിടത്തില്ല. ഓത്ത് പഠനമെല്ലാം കഴിഞ്ഞവരുടെ ബാക്കി പഠനത്തിന് വിടത്തില്ല. ഇപ്പോൾ നമ്മൾ താലിബാൻ അഫ്ഗാനിലെ മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിക്കാത്തതിനെ പറ്റി നമ്മൾ ദിവസവും കേട്ടോണ്ടിരിക്കുകയാണ്. മുഹമ്മദ് കോയ സാർ പറഞ്ഞു, ആമ്പിളാർ മാത്രം പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ? പെൺകുട്ടികളെയും പഠിപ്പിക്കണം. അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി പള്ളിക്കൂടം സ്ഥാപിച്ചു മുഹമ്മദ് കോയ സാറ്. അങ്ങനെ മലബാറിലെ മുസ്ലിങ്ങൾക്കും മുസ്ലിം പെൺകുട്ടികൾക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യതയിൽ കൊടുത്തു. അന്നൊക്കെ SLCയുടെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും പുറകെ നിൽക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്ന് കഴിഞ്ഞ കൊല്ലോ ഇക്കൊല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, SLCയുടെയും +2 റിസൾട്ട് വരുമ്പോൾ നമ്പർ 1 മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. ഈ മാറ്റത്തിൻ്റെ വലിയ കാഹളം മുഹമ്മദ് കോയ സാർ തുടങ്ങി വെച്ച വിദ്യാഭ്യാസ വിപ്ലവമായിരുന്നു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എതിരെ ഉള്ള മനോഭാവം മാറ്റിയെടുത്തു. മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോ പത്രത്തിൽ വരുമ്പോൾ IAS പരീക്ഷ ഉൾപ്പെടെ വലിയ റിസൾട്ടിൽ മുസ്ലിം പെൺകുട്ടികൾ വരികയാണ്. പണ്ട് മുസ്ലിം പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അവസരമൊന്നും ഉണ്ടായിരുന്നില്ല, ആരാണ് ഭർത്താവ് എന്നുള്ളത്. മുഹമ്മദ് കോയ സാർ പറഞ്ഞു, അത് ശരിയല്ല, മുസ്ലിം പെൺകുട്ടികൾക്കും അവകാശം കൊടുക്കണം ഏത് പുരുഷനെ സെലക്ട് ചെയ്യണമെന്നുള്ളത്. വിദ്യാഭ്യാസം അവർക്ക് പ്രൈമറി ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സാമൂഹിക വിപ്ലവമാണ് മുഹമ്മദ് കോയ സാർ തുടങ്ങി വെച്ചത്. ആ വിദ്യാഭ്യാസ വിപ്ലവം വളരെ ശ്രേഷ്ഠമാണ്. മുഹമ്മദ് കോയ സാറിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് MES എന്നൊരു സ്ഥാപനം, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി. അദ്ദേഹം ആ ഡോക്ടറെയും അദ്ദേഹത്തിൻ്റെ കൂടെ 8 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് എഡ്യൂക്കേഷൻ സൊസൈറ്റീസ് ഉണ്ട്, ഭവാൻ സൊസൈറ്റി ഉൾപ്പെടെ ബാക്കി കുറേ എണ്ണം ഹിന്ദുക്കൾക്കുണ്ട്,
നമ്മൾ മാത്രം തന്നെ പുറകെ നിൽക്കുന്നത് ഒരു മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി വേണം. അങ്ങനെ ഒരു 10 പേരുടെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി മുഹമ്മദ് കോയ സാറിൻ്റെ ശ്രമഫലമായി ഉണ്ടായതാണ്. ഇന്ന് എത്രയോ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഉള്ള കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രവർത്തിക്കുന്നു. ഈ വലിയൊരു വിപ്ലവം അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ വളരെ വളരെ വലുതായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ മിനിസ്റ്ററായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു. ഈ 3 മന്ത്രിസ്ഥാനങ്ങളിലൂടെ കേരളത്തിൽ തൻ്റെ കർമ്മ പദ്ധതിയിലൂടെ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാരാർ ബോംബ് എറിഞ്ഞ സംഭവം. സാധാരണ ഒരു ബോംബ് എറിയാനായിട്ട് വന്നാൽ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ജീവനും കൊണ്ടോടുന്ന് ഓടും. മുഹമ്മദ് ഓടിയില്ല. മുഹമ്മദ് ചിരിച്ചു, എന്തോടോ എൻ്റെ കയ്യിൽ ബോംബോ? അസാധാരണമായ ധൈര്യത്തിൽ ചോദിച്ചു. ആഭ്യന്തരമന്ത്രിയെന്ന് മനസ്സിലാക്കണം, പോലീസിൻ്റെ മന്ത്രിയോടാണ് ഈ ബോംബ് എറിയാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ചെറു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിട്ടു. മാരാർ ബോംബ് എറിഞ്ഞു, പക്ഷേ ഉന്നമില്ലായിരുന്നു. ഉന്നമില്ലാതെ ഏതാനും വാര വ്യത്യാസത്തിന് അദ്ദേഹത്തിൻ്റെ തലയെ തൊടാതെ അങ്ങ് തെറിച്ചുപോയി. മാരാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം DYSP വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് മേളിൽ കൈവെക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്തത്. അപ്പോൾ ഇന്നൊന്നിരിക്കും ബോംബ് പറഞ്ഞാൽ നിങ്ങളുടെ ബലം കയറി മാരാറിനെ പ്രയോഗിക്കരുത്, ഞാനിനി മാരാരെ കാണും, അപ്പോൾ അടിയോ എല്ലാം കൊടുത്തു ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ബോംബ് എറിഞ്ഞ ആളിന് യാതൊരു മർദ്ദനവും ഏറ്റില്ല. അദ്ദേഹം കോടതിയിൽ കേസ് വിസ്തരിക്കുമ്പോൾ മുഹമ്മദ് കോയ സാറ് പോയി ഒരു മൊഴി കൊടുത്തിരുന്നെങ്കിൽ മിക്കവാറും ആൾ ജയിലിൽ പോയിനായിരുന്നു. മുഹമ്മദ് കോയ സാർ ആളിനെ കൊടുക്കാൻ ശ്രമിച്ചില്ല. എന്നിട്ട് പാവമോചനം കൊടുത്തു. ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ പാവമോചനം കൊടുത്തു. പക്ഷേ അതിനുശേഷം മുഹമ്മദ് കോയ സാർ ഒരു പ്രസംഗം ചെയ്തു. അതെന്നെ വളരെ രസകരമായി ചെയ്തൊരു പ്രസംഗമാണ്. അതിൻ്റെ പ്രസ് കോപ്പി എന്നെ കാണിച്ചവർ. അതെന്താണെന്ന് ചോദിച്ചാൽ, രാജഗോപാലാചാര്യെ ഒരുത്തൻ കല്ലെറിഞ്ഞു മധുരയിൽ വെച്ച്. പക്ഷേ ഒരു 6 ഇഞ്ച് വ്യത്യാസത്തിൽ രാജഗോപാലയുടെ തലയിൽ കല്ല് കൊല്ലാതെ രാജഗോപാലാചാര്യ രക്ഷപ്പെട്ടു. അപ്പോൾ രാജഗോപാലാചാര്യ അവിടെ ചെയ്ത പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്. 40,000 ബ്രിട്ടീഷുകാരെ 40 കോടി ഇന്ത്യക്കാരെ ഭരിക്കുന്നു. ഇന്ത്യക്കാരന് ഉന്നത്തിലൊന്ന് എറിയാനേലും കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാർ എന്നെ ഇവിടുന്ന് ഓടിയനായിരുന്നു അന്ന് രാജഗോപാലാചാര്യയുടെ പ്രസംഗം. മുഹമ്മദ് കോയ പറഞ്ഞു, അന്നും നമുക്ക് എറിയാൻ അറിഞ്ഞൂടാ, ഇപ്പോഴും നമ്മുടെ മാരാർക്ക് എറിയാൻ അറിഞ്ഞൂടാ. അപ്പോൾ നമ്മെ ബോംബ് എറിഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി ഇത്ര സരസമായി ആർക്കെങ്കിലും ഡീൽ ചെയ്യാൻ പറ്റുമോ? അതാണ് ആ മുഹമ്മദ് കോയ സാറിൻ്റെ കർമ്മ പഥം എന്ന് പറയുന്ന അസാമാന്യമായ സംഭവം. ഇനി 5ാമതായി നമ്മൾ ചോദിക്കുന്നത്, ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആദർശങ്ങൾ ഈ മഹാൻ കൊണ്ടു നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ മുഹമ്മദ് കോയ സാറിൻ്റെ ശ്രദ്ധേയമായ ചില ആദർശങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജാതിഭേദമോ മതഭേദമോ ഉണ്ടായിരുന്നില്ല. തികച്ചും സെക്കുലറായ ഒരാളായിരുന്നു. പെറ്റീഷൻ കൊണ്ടുവരുന്ന ആൾ ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെ ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തോട് 2 ഉദാഹരണം പറഞ്ഞു. അത് എല്ലാ ഫയലുകളിലും അദ്ദേഹം പ്രയോഗിച്ചിരുന്നു. അങ്ങനെ എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും ഒരുപോലെ കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതിൻ്റെ മഹനീയമായ ഒരു റിവേഴ്സ് ആക്ഷൻ ഉണ്ടായത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായ സംഭവത്തിലാണ്. ഇന്ന് പാലാ മെത്രാൻ പറഞ്ഞൊരു വാചകം വെച്ചിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ മനസ്സിലൊരു അകൽച്ച നിൽക്കുകയാണ്. പക്ഷെ അന്ന് പാലാ ഭരിച്ചിരുന്ന മെത്രാൻ ഉണ്ടായിരുന്നു, വയലിൽ തിരുമേനി. 79 മന്ത്രിസഭയിൽ PK വാസുദേവൻ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ആരെ അടുത്ത് മുഖ്യമന്ത്രിയാക്കണം? എല്ലാവരും പറഞ്ഞു KM മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. വലിയ നീക്കം നടക്കുമ്പോൾ വയലിൽ തിരുമേനി ഇടപെട്ടു. മാണി സാറിനോട് പറഞ്ഞു, പിന്മാറാൻ പറഞ്ഞു. മുഹമ്മദ് കോയ ആയിരിക്കണം മുഖ്യമന്ത്രി. പാലായിലെ മെത്രാൻ മുഹമ്മദ് കോയയുടെ പേര് പ്രപ്പോസ് ചെയ്യുകയും അന്നത്തെ എല്ലാ രാഷ്ട്രീയക്കാരും എഗ്രി ചെയ്യുകയും കേരളത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും മുസ്ലിം ലീഗിൻ്റെ ഒരു മുസ്ലിം മന്ത്രി ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായി മാറി എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇന്നത്തെ പാലാ മെത്രാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 സമൂഹങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ മഹാനായ വയലിൽ തിരുമേനിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാനും KM മാണി സാറിനെ പിന്മാറ്റാനും കാരണഭൂതമായി എന്നുള്ളതാണ്. ഇതാണ് മറ്റു സമുദായത്തിലെ നേതാക്കന്മാർക്ക് കോയ സാറിനുണ്ടായിരുന്ന അനുഭവം. കാരണം അദ്ദേഹത്തിന് ഒരു ജാതി മതം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നില്ല. അദ്ദേഹം ആദർശപരമായി വളരെ ശ്രദ്ധാപൂർവം ആ പങ്ക് വഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ ആദർശമാണ് ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. അദ്ദേഹത്തെ 1952 കോഴിക്കോട് കൗൺസിലറായിട്ട് നോമിനേറ്റ് ചെയ്തു. അന്ന് അദ്ദേഹത്തിന് കഷ്ടിച്ച് 26 വയസ്സേ ഉള്ളൂ.
പക്ഷേ 52-ലും 54-ലും കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം കൗൺസിലറായപ്പോൾ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ ഒരു 50 വർഷം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അദ്ദേഹം പേപ്പർ തയ്യാറാക്കി അത് കൗൺസിൽ അവതരിപ്പിച്ചു. ഇപ്പോഴും പല മേയർമാരും മുഹമ്മദ് കോയ സാർ അന്നുണ്ടാക്കിയ പ്രപ്പോസൽ എടുത്ത് വായിക്കും. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി. ആ സമയത്ത് കേരളത്തിൻ്റെ സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള വലിയ കർമ്മ പദ്ധതികൾ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിൻ്റെ ആദർശ ധീരതയുടെ വലിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ആദർശമാണ് രാഷ്ട്രീയം സംശുദ്ധമായിരിക്കണം. അദ്ദേഹം ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്നു. പക്ഷേ കൈക്കൂലിയുടെ അഴിമതിയുടെ ഒരംശം അദ്ദേഹത്തെ തൊട്ടിരുന്നില്ല. അദ്ദേഹം ഈ സ്ഥാനം വഹിക്കുമ്പോൾ ഇന്ത്യയിൽ പ്രസിദ്ധമായ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നാഗാലാൻഡിൽ വരൾച്ച വന്നപ്പോൾ നാഗാലാൻഡിലെ വരൾച്ച മാറ്റാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഒരു കുളം കുഴിച്ചാൽ 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന്. ജവഹർലാൽ നെഹ്റു ഇട്ട ഓർഡറാണ്. 4 കൊല്ലം കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റുവൊക്കെ മരിച്ചു കഴിഞ്ഞ് ശാസ്ത്രി സാർ വന്നപ്പം വീണ്ടും അന്നത്തെ മുഖ്യമന്ത്രി ഹോക്കേഷി ഷേമ വന്നിട്ട് ശാസ്ത്രി സാറിനോട് പറഞ്ഞു നാഗാലാൻഡിൽ ഭയങ്കര ക്ഷാമം, വെള്ളമില്ല, അതുകൊണ്ട് കുളങ്ങളെ കുഴിക്കണം. ശാസ്ത്രി സാർ പറഞ്ഞു പണ്ട് ഇങ്ങനൊരു കുളം കുഴിക്കാനൊരു പദ്ധതി ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്നല്ലോ. കാരണം ശാസ്ത്രി സാറ് ഗ്രൗണ്ട് ലെവലിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ ചെറിയ കളികളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? ഇതുവരെ കുഴിച്ച കുളവും അവിടെ നടന്ന ശുദ്ധജലം കൊടുക്കാനുള്ള പദ്ധതികളെ പറ്റി കണക്കെടുത്തപ്പോഴാണ് നാഗാലാൻഡിൽ 1 ലക്ഷം രൂപ സബ്സിഡി വാങ്ങിച്ച് കുഴിച്ച കുളങ്ങളുടെ ഏരിയ എടുത്തപ്പോൾ നാഗാലാൻഡ് 1.5 ഇരട്ടിയായിരുന്നു കുളങ്ങളുടെ ഏരിയ. ഇതായിരുന്നു അവിടുത്തെ കുളം കുഴി. അപ്പോൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് നടക്കുന്നൊരു കാലത്ത് മുഹമ്മദ് കോയ സാർ അഴിമതിയുടെ പിറളാത്ത ആളായിരുന്നു. ബഹുമാനോട് ഗവർണർ സാർ സൂചിപ്പിച്ചതുപോലെ മരിക്കുമ്പോഴും ജനിച്ച കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം, കടത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഴിമതിയുടെ പിറളാത്ത ഒരു ജീവിതം. മഹാത്മാഗാന്ധിയെപ്പറ്റി അർണോൾഡ് ജെ ടോയിൻബി പ്രസിദ്ധമായൊരു വാചകം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സ് ഈസ് എ മയർ. രാഷ്ട്രീയം ഒരു ചെളിക്കുണ്ടാണ്. എനിബഡി ഹു ഹവ് ഗോൺ ഇൻ ഹാവ് കം ഔട്ട് സ്റ്റെയിൻഡഡ്. ആരെങ്കിലും ചെളിക്കുഴി ചാടിയാൽ ശരീരത്തിൽ ചെളി പറ്റിയിട്ടേ വരാൻ പറ്റൂ. ബട്ട് ഹിയർ ഈസ് എ മാൻ കോൾഡ് മഹാത്മാഗാന്ധി ഹു വെന്റ് ഇൻടു ദ മയർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് കം ഔട്ട് ഓഫ് ഇറ്റ് അൺസ്കാത്ഡ്. രാഷ്ട്രീയം എന്ന ചെളിക്കുഴിയിൽ വീണിട്ട് ചെളി പറ്റാതെ കരക്ക് കയറിയ ഒരു രാഷ്ട്രീയക്കാരനാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ പറ്റി പറയുന്ന ആ വാചകം മുഹമ്മദ് കോയ സാറിനെ പറ്റിയും പറയാം. രാഷ്ട്രീയത്തിൽ ചാടിയിട്ട് യാതൊരു കൈക്കൂലിയും വാങ്ങിക്കാതെ ഒരു ചെളിയും പറ്റാതെ അദ്ദേഹം കരയ്ക്ക് കയറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആദർശ ധീരത അങ്ങനെ പല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എനിക്ക് 15 മിനിറ്റ് തന്നിട്ടുള്ളൂ. 15 മിനിറ്റ് ആവുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 6ാമത്തെ ചോദ്യം ഒരു മഹാൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഒരു മഹാൻ ജീവിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ച് അവസാനമാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മഫലങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കും. അങ്ങനെ കർമ്മഫലങ്ങൾ സ്വാധീനിക്കുന്നൊരു സാഹചര്യത്തിൽ മരണം എങ്ങനെയാണെന്ന് ആളുകൾ നോക്കിയിരിക്കും. ഒരാളുടെ മരണത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ഈ കിടന്ന് പടച്ചൊക്കെ മരിച്ചാൽ ജനങ്ങൾ പറയും ഇവൻ എന്തൊക്കെയോ കാര്യമായി ചെയ്തിട്ടുണ്ട്, അതാണ് ഈ അനുഭവിക്കുന്നതെന്ന്. പക്ഷേ ഒരു ഭാഗ്യമരണം എങ്ങനെയായിരിക്കണം അത് വേദപുസ്തകത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. വേദപുസ്തകം പറയുന്നു നീതിമാൻ ഉറക്കത്തിൽ മരിക്കും. കിടന്ന് പടച്ച് ചാവാതെ മരിച്ച് കിടക്കുന്നതായി കാണപ്പെടും. അതാണ് നീതിമാനാണെന്നുള്ളതിൻ്റെ അടയാളം കാണാം. മുഹമ്മദ് കോയ സാറ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ വന്നത്. അവിടെ അദ്ദേഹം ശാന്തമായി ഉറക്കത്തിൽ മരിച്ചു. അദ്ദേഹം നീതിമാനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേദപുസ്തകം കൊടുക്കുന്നു. നീതിമാൻ ഉറക്കത്തിൽ മരിക്കും. ഇനി മുഹമ്മദ് കോയ സാറ് മരിച്ച് കിടന്നപ്പോഴത്തെ അവസ്ഥ, ഞാനന്ന് IPS ട്രെയിനിങ്ങിന് ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കാഡമിയിൽ. മുഹമ്മദ് കോയ സാറ് മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഡയറക്ടർക്ക് ഒരു എഴുത്ത് കൊടുത്തു. എൻ്റെ സംസ്ഥാനത്തിന് ഞാൻ ഒരൊറ്റ IPSകാരനേ ഉള്ളൂ, ഞങ്ങളുടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി മരിച്ചു എന്ന് ഈ ഡെഡ് ബോഡി കാണണമെന്ന് പറഞ്ഞു. എന്നെ അനുവദിച്ചു ഡയറക്ടർ. ഞാനങ്ങനെ മുഹമ്മദ് കോയ സാറിൻ്റെ മരിച്ചിട്ട് ബോഡി കേരളത്തിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ പോയി കണ്ടു. മുഹമ്മദ് കോയ സാറിൻ്റെ മരിച്ച് കിടക്കുന്നതിനെ പറ്റി അന്ന് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ എന്നോട് പറഞ്ഞു, മുഖത്തൊരു ചെറിയ പുഞ്ചിരിയോടുകൂടിയാണ് മുഹമ്മദ് കോയ സാർ മരിച്ച് കിടന്നതെന്നുള്ളതാണ്. മരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുക അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മുഹമ്മദ് കോയ സാർ ഉറക്കത്തിൽ മരിച്ചു, പുഞ്ചിരിയോടുകൂടി മരിച്ചു. അദ്ദേഹം മഹാനാണ്, വിശുദ്ധനായൊരു വ്യക്തിയാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ തെളിവൊന്നും വേണ്ട. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ വായിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നാണ് അതിന് തെളിവ് വരുന്നത്. മഹാന്മാരെ പറ്റി അനുസ്മരിക്കുമ്പോൾ മഹാനായ മലയാളത്തിലെ കവി പ്രസിദ്ധമായ ഒരു ഗാനം, ഒരു കവിത നമ്മളെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലേ മരുപ്പറമ്പ മുലകത്തിൽ ഈശ്വരൻ
ഒരു വൻ വടവൃക്ഷത്തെ നൽകിടുന്നു എവിടും പാന്തർക്ക് തണലേകിടാൻ. മഹാന്മാർ വൻ വടവൃക്ഷങ്ങളെ പോലെയാണ്. അതിങ്ങനെ നിൽക്കും. നൂറ്റാണ്ടുകൾക്കിടയിലേ ഒരു വടവൃക്ഷം വരുള്ളൂ. അപ്പോൾ യാത്രക്കാർ നടന്നു പോകുമ്പോൾ പണ്ട് അശോക ചക്രവർത്തി വടവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് ജനങ്ങൾക്ക് തണൽ കിട്ടാൻ വേണ്ടി. അങ്ങനെ നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരു വടവൃക്ഷം വരും. ആ വടവൃക്ഷം അനേകം പേർക്ക് തണലായി ഭവിക്കും. മഹാന്മാർ അവരെ പോലെയാണ്. സാധാരണ ലെവലിൽ ജനിച്ചു വളർന്ന മഹാനായ മുഹമ്മദ് കോയ കേരളത്തിൽ ഇന്ത്യയിലെ പാർലമെൻറ്റിലും കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലും കേരള അസംബ്ലിയിലും 3 മന്ത്രിസഭകളിലെ മന്ത്രിമാരായി, അതിനുശേഷം ആഭ്യന്തരമന്ത്രിയായി, പിന്നെ മുഖ്യമന്ത്രിയായി, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി, ഈ നിലകളിലെല്ലാം ശോഭിച്ച് നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് തണൽ നൽകിയ, നൂറ്റാണ്ടുകൾക്കിടയിൽ നമുക്ക് കിട്ടിയ വൻ വടവൃക്ഷമാണ് മുഹമ്മദ് കോയ സാറെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ ഭാവങ്ങളും നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് എൻ്റെ ചെറിയ അനുസ്മരണ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും.